വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഇന്ത്യൻ എക്കോണമിയെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, പ്രൈവറ്റ് സെക്ടർ എന്നും പബ്ലിക് സെക്ടർ എന്നും. പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി പാർട്ട്ണർഷിപ്പ്, ഇത്രയും ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സഹകരണ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ പരസ്പര സഹകരണത്തോടുകൂടി പരസ്പര ക്ഷേമത്തിനായി ഒരു സ്ഥാപനം രൂപീകരിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തെ നമുക്ക് സഹകരണ സംഘം എന്ന് പറയാം. ഇത്തരം സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൊവൈഡിങ് സർവീസസ് ആണ്. സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ ടു ദി സൊസൈറ്റി. അപ്പോൾ ഒരു പ്രദേശത്തെ ജനങ്ങൾ സ്വമേധയാ ഒത്തുചേർന്നുകൊണ്ട് പരസ്പര ക്ഷേമത്തിനായി രൂപീകരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെയാണ് സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അനുസരിച്ചാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അനുസരിച്ച് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണ്. പ്രസ്തുത നിയമപ്രകാരം ഏറ്റവും കുറഞ്ഞത് 10 പേരെങ്കിലും അംഗങ്ങളായാൽ മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പരിധിയില്ലാത്തതാണ്, എത്ര വേണമെങ്കിലും ആവാം. പക്ഷേ മിനിമം 10 പേര് വേണം എന്നാണ് ഈ ആക്റ്റിൽ പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രദേശത്തുള്ള കൺസ്യൂമേഴ്സ് സ്വമേധയാ ഒത്തുചേർന്നുകൊണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം രൂപീകരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയാം. അപ്പോഴിവിടെ ഈ സ്ഥാപനം രൂപീകരിക്കാനുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് മിതമായ നിരക്കിൽ അതിലെ മെമ്പേഴ്സിന് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മിഡിൽമാൻമാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസേഴ്സിന് എടുക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുകയും അത് മിതമായ നിരക്കിൽ അതിലെ മെമ്പേഴ്സിനും അതുപോലുള്ള മറ്റുള്ളവർക്കും വിൽപ്പന നടത്തുക എന്നുള്ളതാണ് ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും അംഗത്വം എടുക്കാം, അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ആ അംഗത്വത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കാം കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ. ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹു ജോയിൻ ടുഗദർ വിത്ത് ദി മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. Registration of cooperative society is compulsory under the Cooperative Societies Act 1912. Minimum number of members to form a cooperative society is 10 and maximum is unlimited. തങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി കുറേ പേർ സ്വമേധയാ കൂടിച്ചേർന്ന് രൂപീകരിക്കുന്ന സ്ഥാപനമാണ് സഹകരണ സംഘങ്ങൾ. സഹകരണ സൊസൈറ്റി നിയമം 1912 പ്രകാരം സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഒരു സഹകരണ സൊസൈറ്റി രൂപീകരിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ അംഗങ്ങളുടെ എണ്ണം 10 പരമാവധി പരിധിയില്ലാത്തതുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ്, വോളണ്ടറി മെമ്പർഷിപ്പ്, സ്വമേധയാ ഉള്ള അംഗത്വം. ഒരാൾ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാകണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗത്വം എടുത്താൽ മതി, അല്ലെങ്കിൽ അംഗത്വം എടുക്കാതിരിക്കാം. ഇനി അംഗത്വം എടുത്ത ഒരാൾക്ക് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അംഗത്വം റദ്ദ് ചെയ്യാവുന്നതാണ്. നോക്കാം. ദി മെമ്പർഷിപ്പ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വോളണ്ടറി. എ പേഴ്സൺ ഈസ് ഫ്രീ ടു ജോയിൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ക്യാൻ ഓൾസോ ലീവ് എനി ടൈം ആസ് പെർ ഹിസ് ഡിസയർ. സഹകരണ സംഘങ്ങളിൽ അംഗത്വം എടുക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതുപോലെ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും അംഗത്വം ഉപേക്ഷിക്കുകയുമാവാം. സെക്കൻഡ്, ലീഗൽ സ്റ്റാറ്റസ്, നിയമപരമായ നിലനിൽപ്പ്. നമ്മൾ നേരത്തെ പഠിച്ചു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണെന്ന് പറഞ്ഞു.
അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ടുള്ള പ്രത്യേക നിലനിൽപ്പുണ്ടാവും. അതിനൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുക. പ്രത്യേക വ്യക്തി, ഒരു കൃത്രിമ വ്യക്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അതിൻ്റെ പേരിൽ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനും അതിൻ്റെ പേരിൽ അസറ്റുകൾ ഹോൾഡ് ചെയ്യാനും അതുപോലെ കേസ് കൊടുക്കാനും കേസ് കൊടുക്കപ്പെടാനും ഉള്ള സാഹചര്യമുണ്ട്. നോക്കാം. ലീഗൽ സ്റ്റാറ്റസ്, നിയമപരമായ നിലനിൽപ്പ്. രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കമ്പൽസറി. ദി സൊസൈറ്റി ക്യാൻ എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ് ആൻഡ് ഹോൾഡ് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് നെയിം, സ്യൂ ആൻഡ് ബി സ്യൂഡ് ബൈ അതേഴ്സ്. സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. സഹകരണ സംഘങ്ങൾക്ക് സ്വന്തം പേരിൽ കരാറിൽ ഏർപ്പെടാനും സ്വത്ത് സമ്പാദിക്കാനും വ്യവഹാരങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. നെക്സ്റ്റ്, ലിമിറ്റഡ് ലാബിലിറ്റി, ക്ലിപ്ത ബാധ്യത. നമ്മൾ നേരത്തെ പഠിച്ച ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സോൾ പ്രൊപ്രൈറ്ററുടെ ലാബിലിറ്റി എന്തായിരുന്നു? യെസ്, അൺലിമിറ്റഡ് ആണ് അല്ലേ. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ കർത്തയുടെ ലാബിലിറ്റി അൺലിമിറ്റഡും ബാക്കിയുള്ളവരുടേത് ലിമിറ്റഡുമാണ്. പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരുന്നു അല്ലേ. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. സൊസൈറ്റിക്ക് കടം വന്നു കഴിഞ്ഞാൽ ആ കടം കൊടുത്തു തീർക്കേണ്ട ബാധ്യത സൊസൈറ്റിയുടേത് തന്നെയാണ്. അതിന് മെമ്പേഴ്സ് ഉത്തരവാദിയാകുന്നതല്ല. മെമ്പേഴ്സ് നഷ്ടപ്പെടുന്നത് മെമ്പേഴ്സ് എത്ര തുകയാണോ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ തുക നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് എത്ര തുക ഇനി കൊടുക്കാൻ ബാക്കിയുണ്ടോ ആ തുക വീണ്ടും കൊടുക്കേണ്ടി വരുമെന്നല്ലാതെ എക്സ്ട്രാ പൈസ ഒരു കാരണവശാലും മെമ്പേഴ്സ് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്ന് പറയുന്നത്. നോക്കാം. ലിമിറ്റഡ് ലാബിലിറ്റി അല്ലെങ്കിൽ ക്ലിപ്ത ബാധ്യത. ദി ലാബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലിമിറ്റഡ് to the extent of amount contributed by them as capital. ഒരു സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ ബാധ്യത മൂലധനമായി അവർ സംഭാവന ചെയ്ത തുകയുടെ പരിധിയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ്, കൺട്രോൾ, നിയന്ത്രണം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടി മിനിമം 10 ആൾക്കാർ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ചില കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ആയിരക്കണക്കിന് മെമ്പേഴ്സ് ഉണ്ടാവാം. ഇത്രയും ആയിരക്കണക്കിന് വ്യക്തികൾ ചേർന്നിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിയന്ത്രിച്ചു കൊണ്ടുപോവുക, മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയന്ത്രണത്തിന് വേണ്ടി അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ എലക്ട് ചെയ്യും. ആരൊക്കെയാണോ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് വോട്ടിങ്ങിലൂടെ കുറച്ച് പേരെ അപ്പോയിൻ്റ് ചെയ്യും ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയന്ത്രണം നടത്തുന്നതിന് വേണ്ടി. അങ്ങനെ എലക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് പറയുന്നത് മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ മാനേജിങ് കമ്മിറ്റി ആയിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കി നടത്തുന്നത്. അപ്പോഴിങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റിയിലേക്ക് ആൾക്കാരെ എലക്ട് ചെയ്യുമ്പോൾ ഓരോരാൾക്കും ഓരോ വോട്ട് എന്നുള്ള രീതിയിലാണ് വോട്ടിംഗ് പവർ ഉണ്ടാവുക. ഒരാൾ എത്ര രൂപ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നല്ല നോക്കുന്നത്, പകരം ഒരു മെമ്പർക്ക് ഒരു വോട്ട്, 1 man 1 vote എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നോക്കാം. കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദി പവർ ടു ടേക്ക് ഡിസിഷൻസ് ലൈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എൻ എലക്റ്റഡ് മാനേജിംഗ് കമ്മിറ്റി. ഒരു സഹകരണ സംഘത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട മാനേജിംഗ് കമ്മിറ്റിക്കാണ്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ, സർവീസ് മോട്ടീവ്, സേവന ലക്ഷ്യം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കുന്നത് തന്നെ ഫോർ പ്രൊവൈഡിങ് സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ മ്യൂച്വൽ ഹെൽപ്പിന് വേണ്ടി, പരസ്പര ക്ഷേമത്തിന് വേണ്ടി, പരസ്പര സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കുന്നത്. അങ്ങനെ സഹായങ്ങൾ നൽകാൻ വേണ്ടി രൂപീകരിക്കുന്ന ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ചിലപ്പോൾ സർപ്ലസ് ഉണ്ടായേക്കാം. അങ്ങനെ സർപ്ലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സർപ്ലസ് ഡിവിഡൻ്റ് ആയിട്ട് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് പതിവ്. നോക്കാം. സർവീസ് മോട്ടീവ്, സേവന ലക്ഷ്യം. ദി ഒബ്ജക്റ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് വെൽഫെയർ. ദി സർപ്ലസ്, ഇഫ് എനി, വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ് ആസ് ഡിവിഡൻഡ്.
പരസ്പര ക്ഷേമവും സഹായവുമാണ് ഒരു സഹകരണ സംഘത്തിൻ്റെ ലക്ഷ്യം. മിച്ചമുണ്ടെങ്കിൽ ഡിവിഡൻഡായി അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യും. നെക്സ്റ്റ്, മെറിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്, തുല്യമായ വോട്ടവകാശം. കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാനേജ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റിയാണെന്ന് പറഞ്ഞു. ഈ മാനേജിങ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളെ സെലക്ട് ചെയ്യുന്നത് മെമ്പേഴ്സ് വോട്ടിനിട്ട് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ മെമ്പേഴ്സ് വോട്ട് ചെയ്ത് ആരൊക്കെയാണോ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് ഫോളോ ചെയ്യുന്ന തത്വം. ഒരാൾ എത്ര രൂപ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ടതല്ല, ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂൾ എന്ന് പറയുന്നത്. നോക്കാം. ദി പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ വൺ വോട്ട് ഈസ് ഫോളോഡ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈച്ച് മെമ്പർ ഈസ് എൻടൈറ്റിൽഡ് ടു വൺ വോട്ട്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വമാണ് സഹകരണ സംഘത്തിൽ പിന്തുടരുന്നത്. എത്ര ഓഹരികൾ ഉണ്ടെങ്കിലും ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ്, ലിമിറ്റഡ് ലാബിലിറ്റി, ക്ലിപ്ത ബാധ്യത. ദി ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഒരു സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ ബാധ്യത മൂലധനമായി അവർ സംഭാവന ചെയ്ത തുകയുടെ പരിധിയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ്, സ്റ്റാബിൾ എക്സിസ്റ്റൻസ്, സ്ഥായിയായ നിലനിൽപ്പ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് കമ്പൽസറിയാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേകമായിട്ട് നിലനിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അതിനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടാണ് കണക്കാക്കുന്നത്, ഒരു കൃത്രിമ വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ മെമ്പേഴ്സ് മരണപ്പെടുകയോ അല്ലെങ്കിൽ പാപ്പരാവുകയോ അല്ലെങ്കിൽ മനോരോഗം ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കാരണവശാലും പിരിച്ചുവിടുന്നില്ല. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിങ്ങിനെ അംഗങ്ങളുടെ മരണമോ പാപ്പരത്വമോ മനോരോഗമോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. നോക്കാം. സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, സ്ഥായിയായ നിലനിൽപ്പ്. ഡെത്ത്, ബാങ്ക്രപ്സി ഓർ ഇൻസാനിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഡു നോട്ട് എഫക്റ്റ് കണ്ടിന്യൂറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അംഗങ്ങളുടെ മരണം, പാപ്പരത്വം അല്ലെങ്കിൽ മനോരോഗം എന്നിവ ഒരു സഹകരണ സൊസൈറ്റിയുടെ തുടർച്ചയെ ബാധിക്കില്ല. നെക്സ്റ്റ്, എക്കോണമി ഇൻ ഓപ്പറേഷൻസ്, കുറഞ്ഞ പ്രവർത്തന ചെലവ്. സാധാരണയായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ജനങ്ങളുടെ സ്വമേധയാ ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് ഇത്തരം സൊസൈറ്റികളിൽ ആ മെമ്പേഴ്സ് തന്നെ ആവശ്യമായ സർവീസസ് പ്രൊവൈഡ് ചെയ്യും. അതിനായിട്ട് പ്രത്യേക ആൾക്കാരെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല, ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എടുക്കുന്ന സാധനങ്ങൾ ഡയറക്റ്റായിട്ട് വാങ്ങിക്കുന്നു. മിഡിൽ മാൻമാരെ ഒഴിവാക്കിക്കൊണ്ട് മാനുഫാക്ചർ എടുക്കുന്ന സാധനങ്ങൾ ഡയറക്റ്റായിട്ട് വാങ്ങിച്ച് കൺസ്യൂമർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നു. നോക്കാം. ദി മെമ്പേഴ്സ് ജനറലി ഓഫർ ഓണററി സർവീസസ് ടു ദി സൊസൈറ്റി. ആസ് ദി ഫോക്കസ് ഈസ് ഓൺ എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ, ദിസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് കോസ്റ്റ്. സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ സാധാരണയായി സംഘത്തിന് ആവശ്യമായ സേവനങ്ങൾ സൗജന്യമായി നൽകാറുണ്ട്. മധ്യവർത്തികളെ പരമാവധി ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ്, സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്, സർക്കാർ സഹായം. സാധാരണയായിട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് രീതിയിലാണ്. അംഗങ്ങൾ ഓരോ അംഗത്തിനും ഓരോ വോട്ട് എന്നുള്ള നിലയിൽ അംഗങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്ന് എലക്ട് ചെയ്ത് മാനേജിങ് കമ്മിറ്റിയെ സെലക്ട് ചെയ്യുന്നു. ഈ മാനേജിങ് കമ്മിറ്റിയാണ് ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഭരണം നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആവശ്യമായ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോ ടാക്സസ്, സബ്സിഡീസ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺ തുടങ്ങിയ പല സഹായങ്ങളും ഗവൺമെൻറ് ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്കാം. ദി കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സംപ്ലിഫൈസ് ദി ഐഡിയ ഓഫ് ഡെമോക്രസി ആൻഡ് ഹെൻസ് ഫൈൻഡ്സ് സപ്പോർട്ട് ഫ്രം ദി ഗവൺമെൻറ് ഇൻ ദി ഫോം ഓഫ് ലോ ടാക്സസ്, സബ്സിഡീസ് ആൻഡ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺസ്. ലാസ്റ്റ് വൺ, ഈസ് ഓഫ് ഫോർമേഷൻ, രൂപീകരിക്കാൻ എളുപ്പം. The cooperative society can be started with a minimum of 10 members.
Its formation is governed by the provisions of Cooperative Societies Act 1912. കുറഞ്ഞത് 10 അംഗങ്ങളുമായി സഹകരണ സൊസൈറ്റി ആരംഭിക്കാൻ കഴിയും. സഹകരണ സൊസൈറ്റി ആക്ട് 1912 വ്യവസ്ഥകളാണ് ഇതിൻ്റെ രൂപീകരണം നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ലിമിറ്റേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിൽ ഫസ്റ്റ് വരുന്നത് ലിമിറ്റഡ് റിസോഴ്സസ്, വിഭവങ്ങൾ പരിമിതമാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കാൻ വേണ്ടി മിനിമം വേണ്ടുന്നത് 10 ആളാണെന്ന് പറഞ്ഞു. മാക്സിമം അൺലിമിറ്റഡ് ആണ്. അപ്പോൾ മാക്സിമം അൺലിമിറ്റഡ് ആണെങ്കിലും സാധാരണയായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്തെ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവിടെ മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ആൾക്കാർ കൊടുക്കുന്ന പൈസയാണ് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മൂലധനം എന്ന് പറയുന്നത്. മാത്രമല്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊവൈഡിങ് സർവീസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ലാഭവീതം കൊടുക്കുന്നത് താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ആൾക്കാർ മടിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം. ലിമിറ്റഡ് റിസോഴ്സസ്, വിഭവങ്ങൾ പരിമിതമാണ്. റിസോഴ്സസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി മെമ്പേഴ്സ് വിത്ത് ലിമിറ്റഡ് മീൻസ്. ഒരു സഹകരണ സംഘത്തിൻ്റെ മൂലധനം അതിലെ അംഗങ്ങളിൽ നിന്നാണ് കണ്ടെത്തുന്നത്. സെക്കൻഡ്, ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ കഴിവില്ലായ്മ. സാധാരണയായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് അതിലെ അംഗങ്ങൾ തന്നെയായിരിക്കും. അതിന് എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള കഴിവ് മിക്കവാറും ഉണ്ടാവില്ല. അത്രയേറെ സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് മാനേജ്മെൻറ്റിൻ്റെ കഴിവിനെ ബാധിച്ചേക്കാം. നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ അൺഎബിൾ ടു അട്രാക്ട് ആൻഡ് എംപ്ലോയ് എക്സ്പേർട്ട് മാനേജേഴ്സ് ബിക്കോസ് ഓഫ് ദെയർ ഇന്നബിലിറ്റി ടു പേ ദം ഹയർ സാലറീസ്. ഉയർന്ന ശമ്പളം നൽകാൻ കഴിയാത്തതിനാൽ സഹകരണ സംഘങ്ങൾക്ക് വിദഗ്ധ മാനേജർമാരെ ആകർഷിക്കാനും നിയമിക്കാനും കഴിയില്ല. തേർഡ്, ലാക്ക് ഓഫ് സീക്രസി, രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല. രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം ഇതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം മെമ്പേഴ്സൊക്കെ അവരുടെ മീറ്റിങ്ങിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം മീറ്റിങ്ങുകളിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പൊതുജനങ്ങളുടെ മുന്നിൽ പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് കൊണ്ടും തന്നെ ഇത്തരം സൊസൈറ്റികളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിക്കവാറും കഴിയില്ല. നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ സീക്രസി അബൌട്ട് ദി ഓപ്പറേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുക പ്രയാസമാണ്. നെക്സ്റ്റ്, ഗവൺമെൻറ് കൺട്രോൾ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രണം. നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് പലതരത്തിലുള്ള ഹെൽപ്പുകളും ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ, അതുപോലെ തന്നെ ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അവരുടെ രജിസ്ട്രാറുടെ പക്കലും മറ്റുമൊക്കെ പബ്ലിഷ് ചെയ്യണം നിർബന്ധമാണ്. അങ്ങനെയുള്ള ഗവൺമെൻറ് റൂൾസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഇത്തരം ഓർഗനൈസേഷൻ്റെ മുകളിലുണ്ടാവും. നോക്കാം. ഇൻ റിട്ടേൺ ഓഫ് ദി പ്രിവിലേജസ് ഓഫേർഡ് ബൈ ദി ഗവൺമെൻറ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് ടു കംപ്ലൈ വിത്ത് സെവറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ്, സബ്മിഷൻ ഓഫ് അക്കൗണ്ട്സ് എക്സെട്ര. സഹകരണ സംഘങ്ങൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഓഡിറ്റിംഗ്, വാർഷിക കണക്കുകളുടെ സമർപ്പണം മുതലായ സർക്കാർ നിയന്ത്രണങ്ങളും ബാധകമാണ്. നെക്സ്റ്റ്, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ. ചില സമയങ്ങളിൽ മാനേജിംഗ് കമ്മിറ്റികളുടെ ഇടയിലോ അല്ലെങ്കിൽ അംഗങ്ങൾക്കിടയിൽ തന്നെയോ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കോൺഫ്ലിക്റ്റിലേക്ക് നയിച്ചേക്കാം. ഇന്റേണൽ ക്വാറൽസ് അറൈസിംഗ് ആസ് എ റിസൾട്ട് ഓഫ് കോൺട്രറി വ്യൂ പോയിന്റ്സ് മേ ലീഡ് ടു ഡിഫിക്കൽട്ടീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. വിപരീതമായി ഉണ്ടായേക്കാവുന്ന വീക്ഷണകോണുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഫസ്റ്റ്, കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ. ഒരു പ്രദേശത്തെ കൺസ്യൂമേഴ്സ് സ്വമേധയാ ഒന്നിച്ചുകൊണ്ട് തങ്ങൾക്ക് നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭിക്കാൻ വേണ്ടി
ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കുകയാണെങ്കിൽ അതിനെ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉൽപ്പാദകരിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയും ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ അംഗങ്ങൾക്ക് മിതമായ നിരക്കിൽ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കോപ്പറേറ്റീവ് സ്റ്റോറുകൾ നോക്കാം. ദി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫോംഡ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. ദി മെമ്പേഴ്സ് കംപ്രൈസ് ഓഫ് കൺസ്യൂമേഴ്സ് desirous of obtaining good quality products at a reasonable prices. It purchases goods in bulk directly from the wholesalers and sells goods to the members by eliminating middlemen. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളാണ് അംഗങ്ങൾ. ഇത് മൊത്ത കച്ചവടക്കാരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങുകയും ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അംഗങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. സെക്കൻഡ്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഉൽപ്പാദക സഹകരണ സംഘങ്ങൾ. ഉൽപ്പാദക സഹകരണ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ ചെറുകിട ഉൽപ്പാദകർ അവരുടെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി രൂപീകരിക്കുന്ന സൊസൈറ്റിയാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അവർക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവർക്കാവശ്യമായ റോ മെറ്റീരിയൽസ്, അവർക്കാവശ്യമായ മെഷീൻസ്, മറ്റ് ഇക്വിപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ മിതമായ നിരയിൽ സപ്ലൈ ചെയ്യുക. നോക്കാം. ദീസ് സൊസൈറ്റീസ് ആർ സെറ്റപ്പ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ്. It supplies raw materials, equipment and other inputs to the members at a lower price. ചെറുകിട ഉൽപ്പാദകരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനാണ് ഈ സൊസൈറ്റികൾ സ്ഥാപിക്കുന്നത്. അവർക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ സംഘങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, വിപണന സഹകരണ സംഘങ്ങൾ. ചെറുകിട ഉൽപ്പാദകർ അവരുൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അവർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നു. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തുക, അതിന് ന്യായമായ വില മാർക്കറ്റിൽ നിന്നും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നത്. നോക്കാം. സച്ച് സൊസൈറ്റീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു ഹെൽപ്പ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ഇൻ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്. The members consist of producers who wish to obtain reasonable prices for their output. ചെറുകിട ഉൽപ്പാദകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സഹായിക്കുന്നതിനാണ് ഇത്തരം സൊസൈറ്റികൾ സ്ഥാപിക്കുന്നത്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില ലഭിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ് ഇതിൽ അംഗങ്ങളാകുന്നത്. നെക്സ്റ്റ്, ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കർഷക സഹകരണ സംഘങ്ങൾ. കർഷകർക്ക് ഗുണനിലവാരമുള്ള വിത്തുകൾ, രാസവളങ്ങൾ, യന്ത്രങ്ങൾ, മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവ ലഭ്യമാകുന്നതിനു വേണ്ടി കർഷകർ ഒത്തുചേർന്ന് രൂപീകരിക്കുന്ന സൊസൈറ്റിയാണ് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നോക്കാം. ദീസ് സൊസൈറ്റീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഫാർമേഴ്സ് ബൈ പ്രൊവൈഡിംഗ് ബെറ്റർ ഇൻപുട്സ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. സച്ച് സൊസൈറ്റീസ് പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, machinery and other modern equipments for use in the cultivation of crops. ന്യായമായ രീതിയിൽ മികച്ച അസംസ്കൃത വസ്തുക്കൾ നൽകി കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇത്തരം സൊസൈറ്റികൾ സ്ഥാപിക്കുന്നത്. മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള വിത്തുകൾ, രാസവളങ്ങൾ, യന്ത്രങ്ങൾ, മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവ നൽകുന്നു. നെക്സ്റ്റ്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, വായ്പാ സഹകരണ സംഘങ്ങൾ. ഇത്തരം സൊസൈറ്റികൾ അംഗങ്ങൾക്ക് ന്യായമായ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നു. അങ്ങനെ ന്യായമായ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കാൻ വേണ്ടി ഒരു പ്രദേശത്തെ ആൾക്കാർ ഒത്തുചേർന്നുകൊണ്ട് രൂപീകരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നമുക്ക് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ടല്ലേ, ആ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. നമുക്ക് നോക്കാം. Credit cooperative societies are established for providing easy credit on reasonable terms to the members.
The members comprise of persons who seek financial help in the form of loans. The aim of such societies is to protect the members from the exploitation of lenders who charge higher rates of interest on loans. അംഗങ്ങൾക്ക് ന്യായമായ നിബന്ധനകൾക്ക് എളുപ്പത്തിൽ വായ്പ നൽകുന്നതിനാണ് ഇത്തരം സൊസൈറ്റികൾ സ്ഥാപിക്കുന്നത്. വായ്പയുടെ രൂപത്തിൽ സാമ്പത്തിക സഹായം നേടുന്ന വ്യക്തികളാണ് അംഗങ്ങൾ. വായ്പകൾക്ക് ഉയർന്ന പലിശ ഈടാക്കുന്നതിൽ നിന്നും വായ്പക്കാരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അംഗങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് അത്തരം സൊസൈറ്റികളുടെ ലക്ഷ്യം. നെക്സ്റ്റ്, കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്, ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങൾ. കുറഞ്ഞ അല്ലെങ്കിൽ ഇടത്തരം വരുമാനമുള്ള ആളുകൾക്ക് ന്യായമായ ചെലവിൽ വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇത്തരം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരംഭിക്കുന്നത്. കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് നോക്കാം. കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു ഹെൽപ്പ് പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഇൻകം ടു കൺസ്ട്രക്ട് ഹൗസസ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. ദി മെമ്പേഴ്സ് ഓഫ് ദീസ് സൊസൈറ്റീസ് കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ who are desirous of procuring residential accommodation at a lower cost. പരിമിതമായ വരുമാനമുള്ള ആളുകളെ ന്യായമായ ചിലവിൽ വീടുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതിനാണ് ഇത്തരം സൊസൈറ്റികൾ സ്ഥാപിക്കുന്നത്. ഈ സൊസൈറ്റികളിലെ അംഗങ്ങൾ കുറഞ്ഞ ചെലവിൽ പാർപ്പിട സൗകര്യം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.